രാവിലെ തന്നെ എണീറ്റു. ഇന്ന് മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ബിക്കോസ് ഡെയിലി മുകളിൽ ക്ലീൻ ആക്കാൻ പറ്റൂല. ഐ ബി ബിസി ഡൺ. അപ്പോൾ റംസാൻ അറിയാമല്ലോ, റംസാനിന്റെ പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ട് മുകളിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് താഴെ പോകാമെന്ന് വിചാരിച്ചു. മുകളിലൊക്കെ ക്ലീൻ ചെയ്തു. ക്ലീനിങ് എന്ന് പറയുമ്പോൾ സ്വീപ്പിംഗ്, മോപ്പിംഗ്, ക്ലീനിങ്, ലോണ്ട്രീസ്, പിന്നെ ഡ്രസ്സ് ഉണങ്ങിയതൊക്കെ മടക്കി വെക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എബ്ബു താഴെയാണ്, അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ മുകളിൽ വന്നത് ആക്ച്വലി. അപ്പോൾ ഇനി താഴെ പോയിട്ട് എന്ത് ചെയ്യണം, താഴത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യണം. ഞാൻ കുക്ക് ചെയ്യണം മുമ്പ് ഐ ജസ്റ്റ് ക്ലീൻ കിച്ചൺ ആൻഡ് ഓൾ. പിന്നെ എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ. ഇനി താഴെ പോയിട്ട് എനിക്ക് ആ പണിയാണ്. സോ മുകളിലത്തെ പണി തീർന്ന സ്ഥിതിക്ക് ഞാൻ ഇനി താഴെ പോയിട്ട് താഴത്തെ പണി നോക്കാം. ലെറ്റ്സ് ഗോ ടു ദി കിച്ചൺ. ഗൈസ്, ഐ എം ടോട്ടലി ടയർഡ് ബിക്കോസ് ഇന്ന് കുറച്ച് അധികം പണി ഉണ്ടായിരുന്നു. യൂഷ്വലി റംദാൻ ഡേയ്സിൽ നമുക്ക് ബാക്കി പണികളൊക്കെ ഒതുക്കാൻ പറ്റൂല. വിൽ ബി വെരി ടയർഡ് ഇൻ ദ കിച്ചൺ. ബട്ട് സ്റ്റിൽ ഇന്ന് രാവിലെ എണീച്ച് തന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തായിരുന്നു. സോ ഇറ്റ് വാസ് എ ടയറിങ് ഡേ ആക്ച്വലി. ബട്ട് സ്റ്റിൽ നമുക്ക് പണികളൊക്കെ ഒതുങ്ങുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഐ എം സ്വെറ്റ് നൗ. ഇനി കുറച്ചധികം കുറച്ച് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഐ മീൻ ഇഫ്താറിനുള്ളത് മെയിൻ ആയിട്ടുള്ള സംഭവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാൻ ഇനി ലുഹർ നിസ്കരിച്ചിട്ട് വേണം പോവാൻ. അതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവണം. ഐ ഹാവ് ടു ചേഞ്ച് ദ കോസ്റ്റ്യൂം. ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ ഗൈസ്. സോ ലെറ്റ് മീ ചേഞ്ച് ദ കോസ്റ്റ്യൂം ആൻഡ് കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മള് ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻ ഇനി തുടങ്ങണം. നാച്ചുകളൊക്കെ അരിയൊക്കെ ആക്കി വെച്ചു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാം. കട്ട്ലറ്റ് ഇന്ന് ഞാനാണ് ഉണ്ടാക്കാൻ പോണേ. സോണിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ ചോറ് കഴിക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കറി, ചോറ്, അതിനുള്ള ഉലത്ത് സോന് ഉലത്താൻ പോകുകയാണ് ഞാൻ. എന്ത് ഉലത്താൻ പോവാ? ക്യാരറ്റ് ബീൻസ് ഉലത്ത്. ഇപ്പൊ നേരത്തെ വെട്ടി കഴിഞ്ഞാൽ എബ്ബുനും ഫുഡ് കൊടുക്കാം. അയ്യോ, ചോറ് ഇട്ടിട്ടില്ലല്ലേ നമ്മൾ? നമ്മുടെ ചോറും പെട്ടെന്ന് ആവും. പിന്നെ ഫ്രിഡ്ജിലും ഉണ്ടല്ലോ ചോറ്. കുഞ്ഞു റൈസ് ആവുമ്പോ ഒന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോ തന്നെ ആവും. പക്ഷെ നമുക്ക് അറിഞ്ഞൂടായിരുന്നു അത്. നമ്മൾ കൊറേ ഇങ്ങനെ വേവിക്കണ്ടായിരുന്നു. പപ്പ കണ്ട പപ്പ സോണി യെല്ലോ ഡ്രസ്. എന്ത് പപ്പ? പപ്പ പറയല്ല യെല്ലോ ഡ്രസ്സിന്റെ കാര്യം. ഓ സോന് നീ യെല്ലോ ഡ്രസ് തന്നെയാണ് അത് കഴിക്കണത്. പപ്പ ഇപ്പൊ കാണുമ്പോഴല്ലോ. അതുമല്ല നാട്ടുകാരും പറയാം കമന്റ് ഇടും യെല്ലോ ഡ്രസ് മാത്രമുള്ളതാണ്. എന്ത് ചെയ്യാനാണ് യെല്ലോനോട് അഡിക്ഷൻ ആയിപ്പോയി. അവസാനം അജീത്തൊരു നൈറ്റ് കൊണ്ടുവന്നായിരുന്നു ഇന്നലെ. എന്റെ ടോയ്ലറ്റിന്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിലല്ല, ടോയ്ലറ്റിന്റെ ഫ്രണ്ടിലെ കബേർഡിൽ 2 നൈറ്റും ഒരേപോലത്തെ കൊണ്ടുവന്ന് കളർ ചേഞ്ച്. ഒന്ന് യെല്ലോയും ഒന്ന് റെഡും മഷുവിന്. അപ്പത്തേക്കും ഈ യെല്ലോ ഇട്ടിട്ട് കണ്ട് മഷു മടുത്തുപോയി. ഞാൻ യെല്ലോ നൈറ്റ് കുറെ ഇട്ടിട്ട് മടുത്തുപോയി. അപ്പൊ ഞാൻ അതിന്റെ റെഡ് എടുത്ത്, അവള് യെല്ലോ എടുത്തില്ല, അജിത്ത വേറൊരു എക്സ്ട്രാ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മോഡൽ എടുത്ത്. ഇതിനെന്താ പറയുക ആ മോഡലിന്? ബാന്തിനിയ. ആ ടൈപ്പ് മഷു എടുത്ത് ഇത് റെഡ് എടുത്ത്. ഇതിന്റെ മസ്റ്റർഡ് യെല്ലോണ് ഉണ്ടായിരുന്നു. മസ്റ്റർഡ് യെല്ലോയും ബ്ലാക്ക് വാട്ടുമാണ്. അപ്പം മഷൂര് കണ്ടുകൊണ്ട് മതിയായി പോയി. എന്റെ മോൻ വന്ന് പാടാൻ വന്ന്
ഇത് മഷു. അങ്ങനെ 2 നൈറ്റ് കൊണ്ടുവന്നു വന്നായിരുന്നു അജിത്ത. ഇതെനിക്ക് ഇഷ്ടമായി. ബാന്തിനി ഡിസൈൻ ഇല്ലേ? പക്ഷെ ഇത് തന്നെ ഒരു 3 എണ്ണം കേട്ടേണ്ടി വരും. ഓ ചട്ടി എടുത്താലിപ്പ അത് ചൂടല്ലോ. എന്ത് സ്നാക്സ് ആണോ? വിശക്കുണ്ടോ? ഉമ്മ ഫുഡ് കേട്ടാ ചോദിക്കാലോ. അപ്പൊ എന്തിനിപ്പ നൈറ്റ് യെല്ലോ കളർ? ആ അതന്നെ. അപ്പൊ എനിക്ക് എല്ലാം ഇഷ്ടമുള്ളതുകൊണ്ട് അരിയത്തെ മിക്കത് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ അരിയത്തെ കൊണ്ടുവന്ന തന്നെ 2-3 ഉണ്ട്. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന ആ എല്ലോ കൂടെ ആകുമ്പോ കുറെ മസ്റ്റർഡ് എല്ലോ ആവും. അപ്പൊ അതുകൊണ്ടാണ് എല്ലോ കൂടെ. ഓ അങ്ങനെ വരണ്ടെങ്കിൽ വരണ്ടാവും. അപ്പൊ കൊറേ നാള് ഇടാനുണ്ടായിരുന്നില്ല. ഇവ കാര്യമുണ്ട് ഞാനിങ്ങനെ ഒച്ച പറഞ്ഞ പോലെ പറഞ്ഞ കേൾക്കണണ്ടാ. അതിന്റെ കൊറോണക്ക് ശേഷം പിന്നെ ഇന്ന് ഇട്ട് എന്റെ ഇടയിലൊന്നും ഇട്ടായിരുന്നു കേട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ പപ്പ അതുകൊണ്ടാണ് കേട്ടത്. മറ്റേ ഫ്രണ്ട്സ് എല്ലാവരും കറണ്ട് പോയി ഗൈസ്. അതെങ്ങനെ പോണ? എന്തിനാ നോക്കിയേ എല്ലാരും അപ്പൊ ഇതിനൊരു ബ്രേക്ക് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് കേട്ട് ചെവി കുട്ടിപ്പോ സ്പീക്കർ വെക്കണമല്ല. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? സൈഗ എന്തിനാണ് ഈ തുള്ളി ചാർന്നേന്ന്? എന്താ സൈഗു? മഴയല്ല മഴ. മഴ 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 മഴയായി എന്താണ്? എന്താണ് പാടാൻ പറ്റിയ സമയം? കണ്ട ഫുൾ മഴ വീഴുന്നു. കറണ്ട് ഇല്ല, ഇൻവേർട്ടർ ഇല്ല. ഇൻവേർട്ടർ ഓഫായി പോയി. എന്നിട്ട് മഷു വാതില് തുറന്ന് ടേബിള് നീക്കി ഇരുന്നിട്ട് കട്ട്ലേറ്റ് ശരിയാക്കുന്നു. ബാക്ക് ക്യാമറ കാണിച്ചത് കാണും വെട്ടടിക്കാണ്ട്. അതിന്റെ ഇടയിൽ യബു കരച്ചിൽ. അത് കരച്ചിലല്ല, വാവാണ് പറഞ്ഞ. ആ വേണ്ട സൈക്കു കേറി കേറി കേറി. ആ വെള്ളത്തിന്റെ അടിയിൽ പോയി നിന്നാ തലോടച്ച് ജസ്റ്റ് ആ പൊടിമഴത്ത് നനക്കല്ലേ സൈക്കു കുളിച്ചല്ലേ. പോയി തുടക്ക് പോയി തുടച്ച് ആ വെള്ളത്തിന്റെ അടിയാ. ചെല്ല് തോർത്തെടുത്ത് തുടച്ച്. നല്ല സുഖമൊന്നു കുളിച്ചതാണ്. ഇതാരാണ് എഴുന്നേറ്റ് ബാക്കി കൂടി വരുന്നത്? കഴിഞ്ഞ ഇപ്പൊ പാവം ഉറങ്ങാൻ പോയതാണ് കേട്ടാ. പവറും തീർന്ന് ബാക്കപ്പും തീർന്ന് കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് വന്ന് ആ കിടന്ന് എഡിറ്റ് ചെയ്യണായിരുന്ന ഞാൻ ഉറങ്ങാൻ പോയതാണെന്ന്. തുടക്ക് സൈകു തോർത്തില് അവിടുത്തെ അടക്കണ നോക്കി. എല്ലാരും കാണുന്നുണ്ട് സൈകു പേടിക്കണം എന്ന് പറയണത്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ട് പോയ എത്ര പെട്ടാ പകലല്ലേ. ചെല്ലി ഓടിച്ചെല്ലി. വേണ്ട സൈകു തോർത്ത് പോയി തുടക്കും. അപ്പൊ ഇന്ന് നമ്മള് ഭയങ്കരമായിട്ട് ഒരു പെട്ടുപോയ ഒരു അവസ്ഥയിലാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് പോയപ്പോ അറ്റ്ലീസ്റ്റ് വന്നായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ. ഇന്ന് എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. ബിക്കോസ് ഇറ്റ്സ് റെയിനിങ് ഹിയർ. KCB മെസ്സേജ് ഇന്ന് ക്യാൻഡിൽ ലൈറ്റ് നോമ്പുറയാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ന് അധികം ഒന്നും ഉണ്ടാവൂല. അടുക്കളയൊക്കെ കൂരിട്ടാണ് ഇപ്പൊ. ഈ ഇങ്ങനെ കാണുമ്പോ വെട്ടം തോന്നണില്ലേ, പക്ഷെ ആക്ച്വലി മൂടി കിടക്കണേണ് ഇവിടെ. അപ്പൊ ഈ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ. അല്ല ഇതിലല്ല ഉദ്ദേശിച്ച നോക്കട്ടെന്ന്. നമുക്ക് നേരിട്ട് കാണുമ്പോ വെട്ടൂല്ല, പക്ഷെ ക്യാമറ കാണുമ്പോ കുറച്ചുകൂടി ബ്രൈറ്റ് ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കുടിച്ചാ മതി. ഇന്ന് മാംഗോ ഷേക്ക് അടിച്ച്. ഏത് കറിയും കഴിഞ്ഞു. കട്ട്ലേറ്റ് ചോറിന് ഇടണം. വെള്ളം ഒന്നുകൂടി അടിക്കണമായിരുന്നു മോട്ടർ. അതും അടിച്ചില്ല. എന്നാ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടല്ല. പിന്നെ അതെന്താവോ ആവോ.
കട്ട്ലേറ്റ് ആവാറായല്ലേ നഗറ്റ്സ് ഒക്കെ പൊരിക്കാം നമുക്ക്. നഗറ്റ്സ്, സോസേജ്. സോസേജ് ഇതിപ്പോ മറ്റേ വെള്ളത്തിലെടുത്ത് തിളപ്പിക്കേണ്ടി വരും. ഓവനില്ല, എണ്ണയില് പൊരിക്കുമ്പോ അത്ര ടേസ്റ്റ് ഇല്ല അല്ലേ. ബജ്ജി കഴിക്കണ പോലെ ആവിയില് വേണമെങ്കിൽ മറ്റേ സ്റ്റീമാക്കി എടുക്കാം. ഓക്കെ ദെൻ ഫിനിഷ് ദിസ്. നമുക്ക് മഴ കുറച്ച് കണ്ടാലോ? കാണാൻ പറ്റണ്ടാവോ? ഇവിടെ മഴയിന്ന് വീണ വെള്ളത്തിന്റെ സൗണ്ടാണ് കേൾക്കണം. ഇവിടെ ഫ്രണ്ടിലാണ് സൈഗു മോട്ടർ ഇരിക്കണത്. ഫ്രണ്ടിലാണ് സൈഗു മോട്ടർ. സൈഗു അത് മോട്ടറല്ല സൈഗു, അത് നമ്മുടെ ഓടിയില് വെള്ളം വീഴൂലേ, ആ വെള്ളം വീണതാണ് ഇങ്ങനെ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഉള്ളിൽ ചൂടാണെങ്കിലും പുറത്ത് നല്ല ആശ്വാസം, നല്ല സുഖമുണ്ട്. അപ്പം ഞാൻ കുറച്ച് മഴയും കാറ്റൊക്കെ ആസ്വദിക്കട്ടെ. നല്ല സമയമാണ് ആസ്വദിക്കാൻ പറ്റിയത്, പക്ഷെ എന്നാലും കുറച്ചേരം ആസ്വദിച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് പണിയൊക്കെ പോകാം. അങ്ങനെ എബിന് ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കര വാഷ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര വാശിയാണ് ആള്. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിൽ അവിടെ എത്തി. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു എട്ടിന്റെ പനി കിട്ടി. അത് എത്ര വലിയ പനി എന്ന് പറഞ്ഞാൽ പനി, ഫീവർ അല്ല, പനി കിട്ടിയെന്ന് പറയൂലേ, അതന്നെ ഒരു വലിയ ട്രബിളായി ഞാൻ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിപ്പോ 2 കോസ്റ്റ്യൂമില് രാവിലെ ബ്ലാക്കും ഇപ്പൊ ഈ കോസ്റ്റ്യൂമിനൊക്കെ ഇപ്പൊ വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്ന് മൊത്തം അതിന്റെ പുറകിലായിരുന്നു. പക്ഷെ അറ്റ് ദ ലാസ്റ്റ് അത് ഇന്നല്ല ആക്ച്വലി ചെയ്യേണ്ടിരുന്നത്. പക്ഷെ എന്റെ റംദാൻ കോണ്ടായിട്ടും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല കറക്റ്റ്, അതും ഓക്കെ ആയിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വെദർ യു അണ്ടർസ്റ്റാൻഡ് ഓർ നോട്ട്. ഈ സ്ട്രെസ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമതിന്റെ പുറകെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ. എന്നിട്ട് എന്താ കിച്ചണിൽ വന്ന് എന്തൊക്കെ ഉണ്ടാക്കണോ നോക്കണ്. എന്നിട്ട് എബുണ്ട് ഇന്നത്തെ വാശി, അവന്റെ ഫുഡ് കഴിപ്പിക്കൽ, അവനെ നോക്ക്. മൊത്തത്തില് ഇന്ന് എനിക്ക് കോർട്ടിസോൾ ലെവലില് ഹൈ എന്ന് പറഞ്ഞ ഹൈ എൻഡിലോട്ട് പോയിട്ടുണ്ടാവും. അത്രക്ക് എനിക്ക് പ്രാന്തായിട്ടുണ്ട്. അപ്പൊ സോനു റെഡിമെയ്ഡ് ഐറ്റംസ് ഓൾറെഡി കുറിച്ച് വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് ഓൾറെഡി ഫ്രോസൺ, ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ് അങ്ങനത്തെ ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ട്, അത് പൊരിക്കണം. പക്ഷെ ഇത്ര എണ്ണ നമുക്ക് വേണ്ട കട്ട്ലറ്റ് പൊരിക്കാനായിട്ട്. അപ്പൊ കുറച്ച് എണ്ണ ഞാൻ മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ? എല്ലാം സ്ട്രെസ് ഒന്നിച്ച് വന്ന ഒരു ഡേ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇന്നത്തെ ബേബി ഒന്ന് ചോദിക്കാൻ വന്നേക്കും എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ. ഗൈസ് ഓൾറെഡി ടൈമായി, ടേബിളൊക്കെ സെറ്റാണ്. പിന്നെ സുനു നമുക്ക് വേണ്ടി ഇഷാന് കഴിക്കാനുള്ള ഹോട്ട് ഡോഗ്സ് സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ കട്ടാക്കിയ ഇഷാവും മിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. അത് അങ്ങനെ 11ാമത് നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കും. ഇവിടെ എന്ത് നല്ല വിശപ്പും തലവേനൊക്കെ എനിക്കും എന്താണ് നോമ്പറൊക്കെ തിരുവനന്തപുരം. ഇന്ന് ബ്യൂട്ടി ഷോട്ട് ഒന്നും ഇല്ല, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന്. ആസ് യൂഷ്വൽ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൂട്ട്സ് ആയിട്ട് ഓറഞ്ച്, പിന്നെ കടികളായിട്ട് എന്താണിത്, എല്ലാ ഫ്രൈസ്. ഇത് ചിക്കൻ നഗറ്റ്, ഇത് പിസ്സ ഫിംഗർ ഷോട്ട്, വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ്, വാട്ടർമെലൺ, ബനാന. ഈ ബനാന എന്താ പറയണേ? പൂബനാന, പൂവമ്പഴം. റിപ്പീറ്റഡ് ആണ്. 2 പ്ലേറ്റ് വെച്ചിട്ടുള്ള മാംഗോ. ഐ വോണ്ടഡ് ടു ഈറ്റ് മാംഗോ.
ഇന്ന് കൊറേ പ്രാവശ്യം പോയി എന്ന് പറയുന്നേക്കാൾ കറണ്ടേ ഇല്ല, ഇപ്പോഴാണ് വന്നത്. ഇറ്റ് വാസ് പ്ലേയിങ് വിത്ത് us. കാൻഡിൽ ലൈറ്റ് ഇഫ്താർ, നോമ്പ് തുറ. അങ്ങനെ കണ്ടുവരില്ലെന്ന് വിചാരിച്ചു. ട്യൂഷൻ ക്ലാസ് നല്ല കാറ്റും നല്ല വെതർ, പഠിക്കാൻ പറ്റിയ മാത്സ് ആയിരുന്നല്ലേ പഠിച്ചിരുന്നത്. ആ അങ്ങനെയൊക്കെ കത്തി പിടിച്ചിട്ട് ഷോളൊക്കെ ഇടാൻ നിക്കണ്ടട്ടാ, കണ്ണൊക്കെ. അപ്പൊ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ മഴ പെയ്തു 11ാമത്തെ നോമ്പിനെ പറയൂ. സോനത്തെ ചോദിക്കണ്ട്, പറയൂ. അല്ല പഠിച്ചോനെ എല്ലാരും എന്റെ സൗണ്ടിനും തെറ്റി. അത് സോന പോയിട്ടുണ്ടായിരുന്നു. ശരിയായല്ലേ, കുറച്ച് ശരിയായി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് it was a hectic day എന്ന് പറയാം guys. I was planned something, അത് നടന്നില്ല. കിച്ചണിലൊന്നും നടന്നില്ല. എബ്രു ആണെങ്കിൽ ടോട്ടലി പിസ്ഡ് ഓഫ് ആണ് ഇന്ന്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടേബിള് ഒരു വൈബില്ല, ബിക്കോസ് എന്റെ മോനില്ല, ജൈബില്ല. അവനുണ്ടെങ്കിൽ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. ഉറങ്ങി ഉറങ്ങി ചൂടെടുത്ത് ടി വി ഇല്ല, ഒന്നുമില്ല. പവറും പോയി, ജനറേറ്ററും എന്താ ഇൻവേർട്ടറും തീർന്നു. മൊത്തത്തിൽ അവൻ വെറുതെ ബോറടിച്ചിട്ട് കിടന്നുറങ്ങി. ആ സോഫയൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ എബ്രോണി നോക്കി എഴുന്നേറ്റില്ല. ഇന്നത്തെ കട്ട്ലെറ്റ് പൊള്ളിയായിട്ട് അപ്പൊ ഞാനിതുവരെ ഉണ്ടാക്കിയത് പൊള്ളിയായിരുന്നില്ല. അതൊരു ഫിംഗർ ഇപ്പൊ ഭയങ്കര നോക്കി ആക്കുന്നു. കട്ട്ലെറ്റ് കൊള്ളാം, പൊളി. സുനു ഫൈനലി, സുനു നാം തരുന്നല്ലേ? ഒന്നുമില്ലല്ലേ? അത് രണ്ടുള്ളിൽ ചീസ് ഇട്ടിട്ട് ഒരു ഷോപ്പ് ഉണ്ടാ ചീസ് ഇല്ല, ഒരു ചീസില്ല. കട്ട്ലെറ്റ് അയച്ചേ, ബൈ കട്ട്ലെറ്റ് അയച്ചേ. ഞാൻ കഴിച്ചോ? കഴിച്ചാ കൊള്ളാവോ? സോണ കഴിച്ചാ? ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കൂ, ഓറഞ്ചൊക്കെ. സോണന്റെ ഡ്രസ് യെല്ലോ, മാംഗോ ജ്യൂസ് യെല്ലോ, ബനാന യെല്ലോ, ഫുള്ളല്ലോ. എന്റെ തലയിലിട്, സജ്ജാത് കാണണ്ട. ബേബിയുടെ ട്രെയിനാ. ഞങ്ങളല്ല ഉത്തരവാദി, സ്വയം നമ്മ ഫോഴ്സ് ചെയ്യാറില്ല. യാ കൊറേ ഫ്രൂട്ട്സ് വെച്ചേന്നു, കൊറേ കഴിക്ക് ഫ്രൂട്ട്സ്, കടികളൊക്കെ മാറ്റി വെച്ചു. ചൂടുള്ള പറ്റി ഫുള്ള് സോസൊക്കെ ഇട്ട് സോന മിക്സ് ആക്കിയിട്ട് എനിക്ക് വേണ്ടി തരും തോന്നുന്നു. എവിടെ സ്വയം തിന്നാണ്. ആണ്, അതെങ്ങനെ അറിയാൻ നിങ്ങൾക്ക്? മൈക്രോസ്കോപ്പിൽ കണ്ടിട്ടില്ലേ പുഴുകൽ ഇങ്ങനെ മെഴിഞ്ഞോണ്ടിരിക്കണം? അയ്യോ, അതല്ലേ സുനുടെ ആരോഗ്യത്തിന്റെ ബലം. ഓ മാംഗോ ജ്യൂസ് യെല്ലോ ഇല്ലേ തോന്നു, ഇങ്ങനെ എടുത്ത് കാണുന്നു. കളർ ഇട്ടാ നീ, മഞ്ഞ കളർ വല്ലതും ഇട്ടിട്ടുണ്ടോ? അല്ലേ? ഹൗസ് ദ ഡേ സോനു? ഇതുപോലെ തന്നെ റെയിൻബോ തന്നെ ഗ്ലൂമി. അത്രേ ഉള്ളൂ. സ്ട്രെസ് ഉണ്ടായിരുന്നു, കോർട്ടിസോൾ. തൊണ്ടയൊക്കെ ട്രോള്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നോമ്പ് തുറക്കട്ടെ. ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചോണ്ടിരിക്കുക. കടികളുടെ അടുത്ത് പോയാൽ അത് തന്നെ കഴിക്കണല്ലോ. അതാണ് ഞാൻ കഴിക്കും, പക്ഷെ ആദ്യം ഇന്ന് എനിക്ക് നോമ്പ് തുറക്കണം മുമ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ മാംഗോ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട്. അപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് മാംഗോ കണ്ടപ്പോ മാംഗോ കഴിക്കാനൊരു കൊതി വന്നു. അതുകൊണ്ട് ഞാൻ മാംഗോ കട്ടാക്കി. നല്ല മാംഗോ. ഫ്രൂട്ട്സ് ഒക്കെ തീരാറായ നമ്മള്. ആന്റി ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ? ഓറഞ്ച് ഒരു ലോഡ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എന്ത് ചെയ്യാൻ ഓറഞ്ച് വെച്ചിട്ട്? ഓറഞ്ച് കറി പുഡിങ് അതുകൊണ്ടാ അത് ഇതാക്കി വെച്ചത്. ഓ പാവ ബേബി കഴിക്കണം, ഭർത്താവ് കഴിക്കേണ്ടത് മതി. മധുരം ഉണ്ടാ? ഉണ്ടല്ലേ?
റൂമിലോട്ട് വന്നിരിക്കുകയാണ്. എബു കുളിച്ച് ഫ്രഷായി. എബു എന്താണ് പെർഫ്യൂം ഒക്കെ വായിലിടല്ലേ? ബോട്ടിൽ വായിലിടല്ലുമ്മ. ഗുഡ് ബോയ്, ഗുഡ് ബേബി ആണല്ലോ, നമ്മുടെ ഗുഡ് ബേബി ആണല്ലോ ഗൈസ്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് റംദാൻ വീഡിയോ. ഇന്ന് കുറച്ച് ഹരിബരി ആയിപ്പോയി, പിന്നെ കുറച്ച് അധികം പ്ലാനിങ്സ് ഒക്കെ ഉള്ളത് മാറിപ്പോയി. നാളെ എന്തായാലും കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്ത് കാണിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ആൻഡ് എന്താ പറയാനുള്ള ഇന്നത്തെ വിന്നേഴ്സും ഇന്നത്തെ വിന്നേഴ്സ് നാളെ ഒന്നിച്ചിട്ടിടാം. അപ്പോൾ ഇന്ന് എന്താ ക്വസ്റ്റ്യൻ വേണ്ടേ നിങ്ങൾക്ക്? വേണ്ട, ഇന്ന് നിങ്ങൾ വാട്ട് ഈസ് റംദാൻ അക്കോർഡിംഗ് ടു യു പറ. എൻ്റെ ഇതിൽ എൻ്റെ ഒപ്പീനിയൻ നാളെ പറയാം നിങ്ങൾക്ക്. ഇന്ന് പറഞ്ഞാൽ നിങ്ങളും സെയിം പറഞ്ഞാലോ. അപ്പോൾ വാട്ട് ഈസ് റമദാൻ അക്കോർഡിംഗ് ടു യു, അതായിരിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ. സോ ആൻസർ മീ. ബൈ.